സൺഡേ ശലോമിലേക്ക് സ്വാഗതം. ഞാൻ ജോസ് ജോൺ മല്ലികശ്ശേരി. ശനിയാഴ്ച സംഭവിച്ചേക്കുമെന്ന് ഭയപ്പെട്ട യുദ്ധം ഗാസയിൽ താൽക്കാലികമായിട്ട് ഒഴിഞ്ഞുപോയിരിക്കുകയാണ്. ഹമാസ് 3 ബന്ദികളെ തിരിച്ചു കൊടുക്കാമെന്ന് ഇസ്രായേലിനോട് സമ്മതിച്ചിട്ടുണ്ട്. 3 ബന്ദികളെ കിട്ടുകയാണെങ്കിൽ സീസ് ഫയർ താൽക്കാലികമായി തുടരാൻ തയ്യാറാണെന്ന് ഇസ്രായേലും അറിയിച്ചിട്ടുണ്ട്. ഇതിൻ്റെ പിന്നിൽ ഈജിപ്തിൻ്റെയും ഖത്തറിൻ്റെയും ഇൻ്റർമീഡിയറീസും അമേരിക്കൻ ഇൻ്റർമീഡിയറി ആയിട്ടുള്ള സ്റ്റീവ് വിറ്റ്കോഫും വളരെ ഹാർഡ് വർക്ക് ചെയ്തതിന് ശേഷമാണ് ഇത്തരത്തിലെ ഒരു എഗ്രിമെൻറ്റിലേക്ക് എത്താൻ സാധിച്ചത്. ഖലീൽ അൽ ഖയ്യ എന്ന് പറയുന്ന ഹമാസിൻ്റെ ലീഡറാണ് ഇത് പ്രഖ്യാപിച്ചത്. ഈ 3 ബന്ദികളെ വിട്ടുകൊടുക്കാൻ തീരുമാനിച്ചു എന്നുള്ളത് അത് സ്വീകാര്യമാണ്. അങ്ങനെ 3 ബന്ദികളെ കിട്ടിയാൽ തന്നെ വെടിനിർത്തൽ സീസ് ഫയർ കണ്ടിന്യൂ ചെയ്യാമെന്നുള്ളത് ഇസ്രായേൽ ഇന്നലെ രാവിലെ തന്നെ ഏകദേശം അറിയിച്ചിട്ടുണ്ടായിരുന്നു. ഇന്നലെ വൈകുന്നേരത്തോടെയാണ് ഇവർ ഖലീൽ അൽ ഖയ്യ ഈ 3 ആളുകളെ റിലീസ് ചെയ്യാൻ തയ്യാറാണ് എന്ന് പറഞ്ഞത്. ഇവരെ സംബന്ധിച്ച് പ്രധാനമായും നിലനിന്നിരുന്നത് ചില ഗാസ റീജിയനിലേക്ക് ട്രക്കുകൾ പ്രവേശിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള തർക്കമാണ് പ്രധാനമായും നിന്നിരുന്നത്. അതിൽ ഫ്യൂവൽസ് കൊണ്ടുവരുന്നതിനെ സംബന്ധിച്ച്, ഇതിലേക്ക് ഇന്ധനങ്ങൾ ഗാസ റീജിയനിലേക്ക് കടത്തുന്നതിനെ സംബന്ധിച്ച്, ടെൻ്റ് ഉണ്ടാക്കാനുള്ള മെറ്റീരിയൽ കടത്തുന്നതിനെ സംബന്ധിച്ച്, ഹെവി എക്യുപ്മെൻറ്റ് ഫോർ ദ ക്ലീനിങ് ഓഫ് ഡെബ്രി, JCB പോലത്തെ സാധനങ്ങൾ കൊണ്ടുവരുന്നതിനെ സംബന്ധിച്ച്, ഹെവി മെഡിക്കൽ എക്യുപ്മെൻറ്റ്സ്, വലിപ്പം കൂടിയ മെഡിക്കൽ എക്സ്റേ പോലത്തെ യൂണിറ്റുകൾ കൊണ്ടുവരുന്നതിനെ സംബന്ധിച്ച്, കൂടാതെ കാരവൺ ഫെസിലിറ്റി കൊണ്ടുവരുന്നതിനെ സംബന്ധിച്ച്, ഇത്രയും കാര്യങ്ങളെ സംബന്ധിച്ചാണ് ഇസ്രായേലും ഹമാസ് അല്ലെങ്കിൽ UNRWA യുഎൻ്റെ വിങ്ങുമായിട്ടുള്ള പ്രധാനപ്പെട്ട വിഷയങ്ങൾ നിന്നിരുന്നത്. അപ്പോൾ ഇവ കടത്തിക്കൊണ്ടുവരുന്നതിനെ സംബന്ധിച്ച് ഇസ്രായേലിന് അവരുടേതായിട്ടുള്ള ഭയങ്ങളുണ്ട്. കാരണം ഇവിടത്തേക്ക് ഫ്യൂവൽ പെട്രോൾ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അത് പെട്രോൾ ബോംബ് ഉണ്ടാക്കി ഇസ്രായേലിൻ്റെ പട്ടാളക്കാരുടെ നേരെ എറിയാൻ ഉപയോഗിക്കുമോ എന്നുള്ളതാണ് ഫ്യൂവലുമായി ബന്ധപ്പെട്ട ഇവരുടെ പ്രധാനപ്പെട്ട ഭയം. രണ്ടാമത് ടെൻ്റ് മെറ്റീരിയൽസിൻ്റെ പേരിൽ മറ്റ് സാധനങ്ങൾ ഒളിച്ചു കടത്തുന്നുണ്ടോ എന്നുള്ളതാണ്. ഹെവി എക്യുപ്മെൻറ്റിനെ സംബന്ധിച്ചും ഹെവി മെഡിക്കൽ എക്യുപ്മെൻറ്റിനെ സംബന്ധിച്ചും കാരവണിനെ സംബന്ധിച്ചുള്ള ഭയങ്ങൾ, ഇതിനകത്തൊക്കെ ആയുധങ്ങൾ കടത്തുന്നുണ്ടോ, ബോംബ് പോലത്തെ മെറ്റീരിയൽസ് കടത്തുന്നുണ്ടോ, ഇത്തരം ഭയങ്ങളാണ് IDFനെ സംബന്ധിച്ചുള്ളത്. അപ്പം ഇത് വളരെ പ്രിസൈസ് ആയിട്ടുള്ള ചെക്കിങ്ങിന് ശേഷം മാത്രമേ ഇത്തരം സാധനങ്ങൾ ഈജിപ്തിൽ നിന്ന് ഇങ്ങോട്ട് കടക്കാനായിട്ട് ഇസ്രായേൽ അനുവദിക്കുകയുള്ളൂ. അതിൽ തന്നെ ഇത്തരം മെറ്റീരിയൽസിന് അവർ നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്നു. അപ്പോൾ ഇതാണ് ഹമാസിനെ പ്രകോപിപ്പിക്കുകയും ഇനി ബന്ദികളെ തരികയില്ല എന്ന് പറയാനിടയുണ്ടായ സാഹചര്യം. അങ്ങനെയാണെങ്കിൽ യുദ്ധം എന്ന് പറയാനുണ്ടായ ട്രംപും നെതന്യാഹുവും പറയാനുണ്ടായ കാരണങ്ങൾ ഒന്ന്, ഇവർ ബന്ദികളെ മോചിപ്പിക്കില്ല എന്നുള്ളതാണ്. വാസ്തവത്തിൽ അതിൻ്റെ പുറകിൽ പ്രവർത്തിച്ച പ്രധാനപ്പെട്ട ഫ്യൂവൽ എന്ന് പറയുന്നത് ഹമാസ് നേതൃത്വം ഇറാനെ സന്ദർശിച്ചതും ഖമനേയുടെ ചില പ്രസ്താവനകളുമാണ് വാസ്തവത്തിൽ യുദ്ധം റീസ്റ്റാർട്ട് ചെയ്യും എന്ന് പറയാൻ വേണ്ടി ഇസ്രായേലിനെ പ്രേരിപ്പിച്ചത്. അപ്പോൾ ഈ ഒരു അവസരത്തിൽ ഇസ്രായേൽ യുദ്ധം വെടിനിർത്തൽ താൽക്കാലികമായി തുടരാമെന്ന് പറയുന്നത് അവരുടെ ഒരു ബന്ദിയെങ്കിലും തിരിച്ചു കിട്ടുക എന്നുള്ളത് അവർക്ക് അത്ര പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പം അവിടെ ഇറാനുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ അവിടെ നിൽക്കുന്നുണ്ട്, ഹമാസ് ഭീകരതയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ നിൽക്കുന്നുണ്ട്. യുദ്ധം തുടരാനായി ഇസ്രായേലിൻ്റെ ഉള്ളിൽ തന്നെ വലിയ പ്രഷറുണ്ട്. പക്ഷേ ആ പ്രഷറിനെ വിസ്റ്റാൻഡ് ചെയ്തുകൊണ്ട് ഈ വെടിനിർത്തൽ മുന്നോട്ട് കൊണ്ടുപോകാൻ ഇസ്രായേൽ ശ്രമിക്കുന്നത് അവരുടെ ഒരു ബന്ദിയെങ്കിലും മോചിപ്പിച്ചെടുക്കാൻ സാധിക്കുമോ എന്ന് നോക്കാൻ വേണ്ടിയാണ്. അപ്പം 3 പേരെ കൂടി ഇപ്പോൾ കിട്ടുമെന്ന് പറയുന്നു. അപ്പം 16 പേരെ കിട്ടേണ്ടതിൽ ഇപ്പോൾ ഒരു 3 പേരും കൂടി ആവും. അപ്പോൾ ബാക്കിയൂടെ കിട്ടുമോ? അപ്പോൾ സെക്കൻഡ് ഫേസ് ഓഫ് സീസ് ഫയറിനെ സംബന്ധിച്ച് ഇന്നലെ മന്ത്രിസഭയിലെ ഡിസ്കഷൻ വന്നപ്പോൾ നെതന്യാഹു പറഞ്ഞതായി പറയപ്പെടുന്നത് ഫസ്റ്റ് ഫേസ് ഒന്ന് കഴിഞ്ഞിട്ടല്ലേ സെക്കൻഡ് ഫേസ്, ഫസ്റ്റ് ഫേസിന് തീരുമെന്ന് ഉറപ്പില്ല. അതുകൊണ്ട് സെക്കൻഡ് ഫേസിനെ കുറിച്ച് നമ്മളിപ്പോൾ സംസാരിക്കേണ്ട എന്നാണ് പറഞ്ഞത്. സെക്കൻഡ് ഫേസ് ഡിസ്കഷനായി ഒരു ടീമിനെ രൂപീകരിച്ചിരുന്നു. ആ ടീം ഖത്തർ വരെ പോവുകയും ചെയ്തിരുന്നു. പക്ഷേ ഈ സീസ് ഫയർ എഗ്രിമെൻറ്റ് സംശയത്തിലായ സമയത്ത് അവർ തിരിച്ചു പോകും. ഇനി അത് രണ്ടാമത് റിജുവനേറ്റ് ചെയ്യുന്നതിനെ പറ്റി, രണ്ടാമത് പുനരുജ്ജീവിപ്പിക്കുന്നതിനെ പറ്റിയുള്ള ഡിസ്കഷൻസ് ഒന്നും നടന്നിട്ടില്ല. കൂടാതെ സീസ് ഫയർ ബ്രേക്ക് ആവുമെന്ന് വന്ന ഒരു സാഹചര്യത്തിൽ വലതുവശത്ത് വേണ്ട മന്ത്രിമാരെ ഈ റിലീസ് ചെയ്യപ്പെട്ട പ്രിസണേഴ്സ് ഉണ്ടല്ലോ, പലസ്തീനികളായിട്ടുള്ള പ്രിസണേഴ്സ് റിലീസ്, എല്ലാത്തിനും ഓടിച്ചിട്ട് പിടിച്ച് തിരിച്ച് ജയിലിൽ കയറ്റണം എന്നുള്ള ഡിമാൻഡുകളൊക്കെ വന്നിരുന്നു. അപ്പം നെതന്യാഹുവിനെ സംബന്ധിച്ച് ഇതൊക്കെ അവരെ തിരിച്ച് പിടിച്ചു കൊണ്ടുവന്നിട്ട് കഴിഞ്ഞാൽ അവിടെ ഉള്ള ഇവരുടെ കയ്യിലുള്ള ഹോസ്റ്റേജസിൻ്റെ അവസ്ഥ എന്താവും, ഇത്തരം വിഷയങ്ങൾ അവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ 2 പക്ഷം വളരെ ശക്തമായിട്ട് ഇസ്രായേൽ നിൽക്കുകയാണ്. ഒരു പക്ഷം എങ്ങനെയെങ്കിലും ഈ പറയുന്ന ഹോസ്റ്റേജസിനെ തിരിച്ചു കൊണ്ടുവരണം എന്നുള്ളത്, വേറൊരു പക്ഷം എത്രയും വേഗം യുദ്ധം റീസ്റ്റാർട്ട് ചെയ്ത് ഹമാസിനെ തുടച്ചു നീക്കുക എന്നുള്ളത്. ഈ 2 പക്ഷം വളരെ സ്ട്രോങ് ആയിട്ട് ഇസ്രായേൽ നിൽക്കുകയാണ്. അതിനിടയിലൂടെ ഇറാൻ്റെ മിലിറ്ററി നേതൃത്വം ഖമനേയിയുടെ ഒഫീഷ്യലായിട്ട് ന്യൂക്ലിയർ വെപ്പൺസ് ഉണ്ടാക്കരുതെന്നൊരു ഫത്വ ഉള്ളത്, അത് റിവോക്ക് ചെയ്യണം, അത് ഒഴിവാക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് അവർ
പിന്നെ ആത്യന്തികമായി പിന്നെ അള്ളാവിൻ്റെ ആ ഒരു തീരുമാനത്തിൽ വിശ്വസിക്കുന്നതുകൊണ്ട് ന്യൂക്ലിയർ വെപ്പൺസ് പാടില്ല എന്നൊരു ഫത്വ ഖമനയി പുറപ്പെടുവിച്ചിരുന്നു. അപ്പം ന്യൂക്ലിയർ വെപ്പൺസ് ഉണ്ടാക്കാനുള്ള ആ ബോംബ് ഗ്രേഡ് യുറേനിയം വളരെ റെഡിയായിരിക്കുമ്പോഴും മിലിറ്ററി നേതൃത്വം പറയുന്നത് അവരത് ബോംബിലേക്ക് എത്തിക്കാത്തത് ഈ ഫത്വ നിലനിൽക്കുന്നതുകൊണ്ടാണ്. അപ്പോൾ ഈ ഫത്വ റിമൂവ് ചെയ്യണമെന്ന് ഖമനയിയോട് മിലിറ്ററി നേതൃത്വം ആവശ്യപ്പെട്ടതായി വാർത്തകളുണ്ട്. ഇതൊക്കെയാണ് ഇന്നലെ ഈ പെട്ടെന്ന് യുദ്ധം റീസ്റ്റാർട്ട് ചെയ്യണം എന്ന് ട്രംപിനെ കൊണ്ടും നെതന്യാഹുവിനെ കൊണ്ടും പറയിപ്പിച്ച പ്രധാനപ്പെട്ട വിഷയങ്ങൾ ഇതൊക്കെയാണ്. അപ്പോൾ അതിനിടയിലൂടെ വാഷിങ്ടൺ പോസ്റ്റും വാൾസ്ട്രീറ്റ് ജേർണലും ഈ ആഴ്ച റിപ്പോർട്ട് ചെയ്ത വാർത്തകളിൽ പ്രധാനപ്പെട്ടത് ഉടനെ തന്നെ ഏതാനും മാസങ്ങൾക്കുള്ളിൽ ഇസ്രായേൽ ഇറാൻ്റെ ന്യൂക്ലിയർ സൈറ്റുകൾ ആക്രമിക്കുമെന്നുള്ളതാണ്. അപ്പോൾ അവർ ആ ന്യൂക്ലിയർ സൈറ്റുകളുടെ പേരുകൾ പോലും എടുത്തു പറഞ്ഞിട്ടുണ്ട്. ഫർദൌ എന്ന് പറയുന്ന ഒരു ന്യൂക്ലിയർ സൈറ്റും നഡാൻസ് എന്ന് പറയുന്ന വേറൊരു ന്യൂക്ലിയർ സൈറ്റും. അതാണ് ഇറാൻ്റെ പ്രധാനപ്പെട്ട ന്യൂക്ലിയർ സൈറ്റുകൾ. ഇത് പിന്നെ ഇറാൻ്റെ എക്സ്ട്രീം സൗത്തിലാണ്, ഇസ്രായേലിൽ നിന്ന് മാക്സിമം അകലത്തിലാണുള്ളത്. ടെഹ്റാൻ്റെ ഏകദേശം ഈ രണ്ടെണ്ണം ടെഹ്റാൻ്റെ രണ്ട് ഭാഗത്തായിട്ട് വരും. ഒരെണ്ണം ടെഹ്റാൻ്റെ നോർത്തിലേക്ക് വരും, ഒരെണ്ണം ടെഹ്റാൻ്റെ സൗത്തിലേക്ക് വരും. ഏകദേശം ഒരു 100 കിലോമീറ്റർ താഴെ മാത്രമാണ് ടെഹ്റാനിൽ നിന്ന് ഈ രണ്ട് ന്യൂക്ലിയർ സൈറ്റുകളിലേക്കുള്ള ഡിസ്റ്റൻസ്. ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണെന്ന് മാത്രം. അപ്പോൾ ഇത് രണ്ടും അണ്ടർഗ്രൗണ്ട് ന്യൂക്ലിയർ സ്റ്റേഷൻസ് ആണ്. ഈ ന്യൂക്ലിയർ സ്റ്റേഷൻസ് ഇസ്രായേൽ ആക്രമിക്കും എന്നാണ് വാൾസ്ട്രീറ്റ് ജേർണലും വാഷിങ്ടൺ പോസ്റ്റും റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഇസ്രായേലോ അമേരിക്കൻ ഡിഫൻസോ ഇതിനെക്കുറിച്ച് യാതൊരു തരത്തിലും പ്രതികരിച്ചിട്ടില്ല. ഇല്ലെന്നും പറഞ്ഞിട്ടില്ല, ഉണ്ടെന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ അവരുടെ ഒരു കൺക്ലൂഷൻ അനുസരിച്ച് വിതിൻ 6 months, അതായത് ഇസ്രായേൽ അവരുടെ മിലിറ്ററി ഫെസിലിറ്റീസ്, ഇറാൻ്റെ മിലിറ്ററി ഫെസിലിറ്റീസിൽ ഏൽപ്പിച്ച ആഘാതം അത് അവർ വളരെ പെട്ടെന്ന് റിപ്പയർ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അവരത് റിപ്പയർ ചെയ്ത് തീരുന്നതിന് മുൻപ് തന്നെ ഈ ഇവരുടെ ന്യൂക്ലിയർ ഫെസിലിറ്റീസ് മുഴുവൻ ബോംബ് ചെയ്ത് തകർത്ത് കളയുവാനാണ് ഇസ്രായേൽ ഉദ്ദേശിക്കുന്നതെന്നാണ് പറയുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് BLU-109 എന്ന് പറയുന്ന ബങ്കർ ബസ്റ്റർ ബോംബ് ഇസ്രായേൽ ഇപ്പം അമേരിക്കയിൽ നിന്ന് വാങ്ങുന്നുണ്ട്. ഈ ബോംബ് ഇതുവരെ ഇത് അമേരിക്ക തടഞ്ഞു വെച്ചിരിക്കുകയായിരുന്നു. ആ ബോംബ് വീണ്ടും റീസ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അത് പിന്നെ ഈ ഒരു ഉദ്ദേശം വെച്ചുകൊണ്ടാണെന്നാണ് വാൾസ്ട്രീറ്റ് ജേർണൽ പറയുന്നത്. ഈ ബോംബ് പിന്നെ ഈ ബങ്കർ ബസ്റ്റർ ബോംബുകൾ ഏറ്റവും ടോപ്പ് ക്ലാസ് ബോംബല്ല ഇത്, എന്നാൽ ഇതൊരു ബങ്കർ ബസ്റ്റർ ബോംബാണ്. 6 മീറ്റർ കോൺക്രീറ്റ് വരെ തകർക്കാനാണ് ഇതിനുള്ള ശേഷി. 6 മീറ്റർ കോൺക്രീറ്റ്, 6 മീറ്റർ തിക്നെസ് ഉള്ള കോൺക്രീറ്റ്. 6 മീറ്റർ തിക്നെസ് എന്ന് പറയുമ്പോൾ ഏകദേശം 20 അടി വരുന്ന കോൺക്രീറ്റ് തുളച്ച് കടന്ന് ഉള്ളിൽ പോകാൻ സാധിക്കും. ഏകദേശം 40 മീറ്റർ എർത്ത് ഭൂമി തുരക്കാൻ ഇതിന് സാധിക്കും. അതിൻ്റെ അടിയിലുള്ള ഒരു സാധനത്തിനെ പോയിട്ട് തകർത്ത് കളയാൻ സാധിക്കുന്ന ബോംബാണിത്. ഇത് വേണമെങ്കിൽ മിസൈലിൽ അയക്കാം, അല്ലെങ്കിൽ പിന്നെ ബോംബർ വിമാനങ്ങൾ ഉപയോഗിച്ച് ഡ്രോപ്പ് ചെയ്യാം. ഇത് ലേസർ ഗൈഡഡ് ആണ്, ഇൻഫ്രാറെഡ് ലേസർ ഗൈഡഡ് ആണ്. ഇൻഫ്രാറെഡ് ഉപയോഗിച്ച ലേസർ ഗൈഡ്, അതുകൊണ്ട് ഏത് ക്ലൈമറ്റിലും ഇത് പോയിക്കൊള്ളും. രാത്രിയോ പകലോ അങ്ങനത്തെ വിഷയങ്ങളൊന്നുമില്ല. ഇൻഫ്രാറെഡ് ലേസർ ഗൈഡഡ് ആണ്. കൂടാതെ GPS സിസ്റ്റം ഉള്ളതാണ്. അത് മിലിറ്ററി സാറ്റലൈറ്റുകൾ ഉപയോഗിച്ച് ഇതിനെ ഗൈഡ് ചെയ്യാൻ സാധിക്കും. അത് വൺസ് ഇറ്റ് ഈസ് റിലീസ്ഡ്, ഒന്നുകിൽ അത് മിസൈൽ റിലീസ് ചെയ്യുന്നു, അല്ലെങ്കിൽ വിമാനത്തിൽ ഡ്രോപ്പ് ചെയ്യുന്നു, എന്ത് ചെയ്താലും ശരി അത് ഗൈഡ് ചെയ്യാൻ സാധിക്കും. അത് സാറ്റലൈറ്റ് ഉപയോഗിച്ച്, സാറ്റലൈറ്റ് GPS ഉപയോഗിച്ച് വളരെ കൃത്യമായിട്ട് ഗൈഡ് ചെയ്ത് ഇതിൻ്റെ ആക്യുറസി പറയുന്നത് 1 മീറ്ററാണ്. അപ്പോൾ 1 മീറ്റർ എവിടെയാണോ പതിക്കേണ്ടത് അതിൻ്റെ ഏകദേശം 1 മീറ്റർ ആക്യുറസിയിൽ ഇത് പോയിട്ട് പതിക്കാൻ സാധിക്കും. പൊതുവെ ഇത് ഡോറുകൾ തകർക്കാൻ അല്ലെങ്കിൽ ബിൽഡിങ്ങുകൾ തകർക്കാനാണ് ഉപയോഗിക്കുന്നത്. ഈ പിന്നെ ഇറാൻ്റെ ന്യൂക്ലിയർ സൈറ്റുകൾ എന്ന് പറയുന്നത്, ഈ ഫർദൌ ന്യൂക്ലിയർ സൈറ്റ് എന്ന് പറയുന്നത് 80 മുതൽ 90 മീറ്റർ വരെ പാറയുടെ അടിയിൽ തുരങ്കം ഉണ്ടാക്കിയിട്ട് അതിനകത്താണ് ഇത് സ്ഥാപിച്ചിട്ടുള്ളത്. അപ്പോൾ കുന്ന പോലെ നിൽക്കുന്ന പാറയുടെ അടിയിലേക്ക് തുരങ്കം ഉണ്ടാക്കി കയറിയിട്ട് ഏകദേശം 7.6 മീറ്റർ തിക്നെസ് ഉള്ള കോൺക്രീറ്റിൻ്റെ കവറും കൂടി ഇതിന് കൊടുത്തിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരു കവറും കൂടി കൊടുത്തിട്ട് അതിനകത്താണ് ഈ ഫർദൌ ഇറാൻ ന്യൂക്ലിയർ സെൻറ്റർ വർക്ക് ചെയ്യുന്നത്. കൂടാതെ നദാസ് ന്യൂക്ലിയർ സെൻറ്റർ ആണെങ്കിൽ ഏകദേശം 50 മുതൽ 60 മീറ്റർ വരെ ഭൂമിയുടെ അടിയിലാണ്. അത് ഇത്രയൊരു പാറയുടെ കവറിംഗ് ഇല്ല, എർത്തിൻ്റെ കവറിംഗ് ആണുള്ളത്. എന്നാലും ഒരു കുന്നിൻ്റെ താഴെ 50 മുതൽ 60 മീറ്റർ വരെ ഉയരമുള്ള ഒരു കുന്നിൻ്റെ അടിയിലാണ് ഈ സാധനം ഉള്ളത്. അതിനും ഈ പറഞ്ഞതുപോലെ ഏകദേശം 8 മീറ്റർ തിക്നെസ്സിലുള്ള കോൺക്രീറ്റ് കവറിംഗ് ഉണ്ട്. അപ്പോൾ ഇതൊക്കെ പിന്നെ തകർക്കാനുള്ള ടെക്നോളജികൾ ആവശ്യമുണ്ട്. നമ്മൾ വിചാരിക്കുന്ന പോലെ മിലിറ്ററി ടെക്നോളജി ഈസ് ടോട്ടലി ഡിഫറെൻറ്റ്. അപ്പോൾ ഗൈഡഡ് മിസൈലുകൾ ഉപയോഗിച്ച് ആളുകൾ ഇതിനകത്തേക്ക് പോകാൻ ഉപയോഗിക്കുന്ന ഡോറുകൾ തകർത്തൊക്കെയാണ് സാധാരണ ഇത് പോവുക. ഇനി അങ്ങനെ ഒന്നും ചെയ്യാൻ സാധ്യതയില്ലെങ്കിൽ ദർ ആർ ബിഗർ ബോംബ്സ്. GBU-57 എന്ന് പറയുന്നൊരു സാധനമുണ്ട്. GBU-50 അമേരിക്കൻ ബോംബാണ്, ഇസ്രായേലിന് ഇപ്പോൾ കൊടുത്തിട്ടില്ല, ആവശ്യമുണ്ടെങ്കിൽ അത് വരും. അപ്പോൾ GBU-57 എന്ന് പറയുന്ന സാധനം 200 മീറ്റർ സോയിൽ തകർക്കാൻ പറ്റുന്ന സാധനം. 200 മീറ്ററുള്ള കുന്ന് തകർത്ത് താഴെ വരും. അത് പാറ കൊണ്ടുള്ള കുന്നാണെങ്കിൽ ശരി, 200 മീറ്റർ തകർത്ത് വരും. ഏകദേശം 80 മീറ്റർ കോൺക്രീറ്റ് പൊളിച്ച് അകത്ത് കിടക്കാൻ സാധിക്കുന്ന ബോംബാണ്. ബട്ട് ഇറ്റ് ഈസ് വെരി ഹെവി. അത് 14 ടൺ വെയിറ്റ് ഉള്ള സാധനമാണ്. അത് മിസൈൽസിൽ വിടുന്ന എളുപ്പമല്ല. അത് പിന്നെ ബോംബർ വിമാനങ്ങളിൽ നിന്നാണ് ഡ്രോപ്പ് ചെയ്യുന്നത്. ഇറ്റ് ഈസ് ക്രൂയിസ് മിസൈൽ ഗൈഡഡ് ആണ്.
ഗൈഡഡ് മിസൈലാണ്. അതുപോലെ ലേസർ ഗൈഡഡാണ്. കൃത്യമായി ലേസർ കൊണ്ട് 1 മീറ്റർ പ്രിസിഷനിൽ അത് കൊണ്ടുചെന്ന് വീഴിക്കാൻ സാധിക്കും. അപ്പോൾ തകർക്കണമെന്ന് വിചാരിച്ചാൽ അവർക്ക് ഏത് തരത്തിലുള്ള ബങ്കർ ബസ്റ്റർ ബോംബുകൾ ഉപയോഗിച്ച് അത് ചെയ്യാൻ പറ്റും. അപ്പം ഞാൻ 1-2 ബോംബുകളുടെ അവർ ഉപയോഗിക്കാൻ സാധ്യതയുള്ള വെപ്പൺസിൻ്റെ പേര് വാൾ സ്ട്രീറ്റ് ജേർണൽ റിപ്പോർട്ട് ചെയ്ത് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. എന്തായാലും വിത്തിൻ ഏതാനും മാസങ്ങൾക്കുള്ളിൽ ഇറാൻ്റെ ന്യൂക്ലിയർ സൈറ്റുകൾ ഇസ്രായേൽ ആക്രമിക്കുമെന്നാണ് വാഷിങ്ടൺ പോസ്റ്റും വാൾ സ്ട്രീറ്റ് ജേർണലും റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഇത് ഇസ്രായേലോ അമേരിക്കയോ ഇങ്ങനൊരു കാര്യം ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ലെന്നോ ഉദ്ദേശിക്കുന്നുണ്ടെന്നോ പറഞ്ഞിട്ടില്ല.